അപ്പൊ ഇന്ന് ഡേ 11 ഡേ 14 ആവുന്ന സമയത്ത് എന്റെ വെയിറ്റിൽ വന്ന ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. രാവിലെ ഗീയും വാം വാട്ടറിനെ കുറിച്ച് അത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നട്ട്സ്, ഡേറ്റ്സ് അങ്ങനെ കഴിച്ച്. പിന്നെ ബ്രെഡ് ചീസ് ഓംപ്ലേറ്റിന്റെ വീഡിയോ നാളെയോ മറ്റന്നാളോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആണ്, അത്യാവശ്യം പ്രോട്ടീനും കിട്ടും. ഈ സ്മൂത്തി ഒക്കെ എനിക്ക് കുടിക്കാൻ ഭയങ്കര ഈസിയാന്നുള്ള കാര്യം ഞാൻ ഇതിന്റെ ബാക്കിലുള്ള ക്ലിപ്പ് മാത്രമല്ല കാണിക്കണേ. എനിക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവലുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കണ്ണടച്ച് ഒരു വരിക്ക് കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കുടിക്കുന്നത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ണടച്ച് കുടിക്കലാണുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഇത് കുടിക്കലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണോ എന്നുള്ളത് ചെയ്തേ പറ്റൂ. ഇങ്ങനെ കുടിക്കുന്നത് എന്താണ് നല്ലതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി കുടിക്കാൻ പാടില്ല, മെല്ലെ മെല്ലെ കുടിക്കുന്നതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്ക് പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കുടിക്കാറുള്ളത്. ഞാൻ ഈവനിങ് കുടിക്കുന്ന സ്മൂത്തി കുഴപ്പമില്ല. എനിക്ക് സ്വീറ്റ് പൊട്ടറ്റോ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരണേ, ഇങ്ങനത്തെ ഇതാവുന്നത്. ചിലർക്ക് മറ്റേ സ്മൂത്തി കുടിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വരും. കണ്ണടിച്ച് കുടിക്കുക, നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുടിക്കണം. പിന്നെ എന്റെ ഡയറ്റ് എങ്ങനെയാ പോകുന്നത് ഒന്ന് ബ്രീഫായിട്ട് പറയാം. 3 ടൈംസ് മീൽസ് എടുക്കും. ഈ മീൽസിന്റെ കൂടെ അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ചിക്കൻ, മീൻ, എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആഡ് ചെയ്യാൻ നോക്കും. അത് കൂടാതെ ഈവനിങ് ഈ ബനാന കഴിക്കലുണ്ട്, അതിൻ്റെ ഒരു കോഫി എന്താ കുടിക്കും. അതേപോലെ തന്നെ പിന്നെ മോർണിംഗ് എണീറ്റതും നട്ട്സും ഡേറ്റ്സും ആ ഒരു രീതിയിൽ കഴിക്കും. പിന്നെ ചിലപ്പോൾ 11 മണി 11:30 ആകുമ്പോൾ ഒരു സ്വീറ്റ് പൊട്ടറ്റോ സ്മൂത്തിയോ അല്ലെങ്കിൽ എന്താ പറയുക അത് ഈവനിങ് ഞാൻ വന്നതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഇനി അതല്ലാതെ ഒരു സ്മൂത്തി മീൻസ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി വരുന്നൊരു സ്മൂത്തി രാത്രി എപ്പോഴാണോ വർക്ക്ഔട്ട് എപ്പോഴാണോ അത് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കലുണ്ട്. ഇന്ന് ഞാനൊരു 7:30 ആകുമ്പോഴാണ് ജിമ്മിൽ പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ സ്മൂത്തി കുടിച്ചത്. പിന്നെ പലരും ചോദിക്കുന്നതാണ് ഈവനിങ് വർക്ക്ഔട്ട് ചെയ്യണോ മോർണിംഗ് വർക്ക്ഔട്ട് ചെയ്യണ ലെവലിൽ ഈവനിങ് ചെയ്ത കുറച്ചുകൂടി വെയിറ്റ് കൂടുമോ എന്നൊക്കെ രീതിയിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ചെയ്യാം. ഞാൻ മോർണിംഗ് പറ്റാത്ത സമയത്ത് ഈവനിങ് പോകും, അല്ലെങ്കിൽ മോർണിംഗ് തന്നെയാണ് ജിമ്മിൽ പോകലുള്ളത്. പിന്നെ പുഷപ്പ് പോലെ തന്നെ എനിക്ക് കിട്ടാത്തൊരു കാര്യമാണ് പുള്ളപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ അതിനകത്ത് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5 ക്ലീൻ ആയിട്ടുള്ള ഒരു പുഷപ്പും പുള്ളപ്പും എടുക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് 60 സെക്കൻഡ്സ് നിൽക്കാൻ നോക്കലുണ്ട്. ഇപ്പൊ എനിക്ക് ആദ്യമൊക്കെ 30 സെക്കൻഡ്സ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് 60 സെക്കൻഡ്സ് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ചുകൂടി നിങ്ങളുടെ പോസ്റ്ററിനെ ബെറ്റർ ആക്കുന്ന പറയാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാണ് ഇപ്പൊ എന്റെ ഒരു 11th ഡേയിൽ എന്റെ ഒരു ബോഡിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഓൾസോ നിങ്ങൾ 2-3 കിലോ കൂടുമ്പോഴേക്കും എന്റെ ബോഡിയിൽ ഒരു ചേഞ്ചും വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും വിചാരിക്കണ്ട കേട്ടോ. എനിക്ക് 38 ഞാനൊരു 42-43 ആയപ്പോഴാണ് എന്റെ ബോഡിയിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ കണ്ടു തുടങ്ങിയത്. അപ്പൊ ഗ്രാജുവലി അത് വന്നോളും. ഓക്കെ, പിന്നെ രാത്രി ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തി കുടിച്ചിട്ട് ഡേ വൈൻഡപ്പ് ചെയ്തു.